അപ്പുകുട്ട, നീ എന്താടാ ആലോചിക്കുന്നത്? ഞാനങ്ങ് ബോംബെയില് വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. അവളും കുട്ടികളും അവിടെ ഒറ്റയ്ക്ക. ഈ കുടുംബവും കുട്ടികളും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവ അല്ലേടാ? പിന്നെ 3-4 ദിവസം അവരെ വിട്ടു നിന്നപ്പോ എന്തൊരാശ്വാസം. അതിന് മാത്രമൊന്നുമില്ല. എന്താ ടയർ പഞ്ചറടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? ആദ്യം അപ്പുകുട്ടൻ പറയാ. എന്റെ നമ്പർ ഞാൻ മറന്നുപോകും, അതുകൊണ്ട് ഞാനത് ഡയറി കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ടിരുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. അയ്യേ, എന്താ ഇത് ചിക്കൻ ഡക്ക. ഈ പോത്ത് പോത്താ? ഇത്രക്ക് ചെറുതാ, കിടാവായിരിക്കും. കഴുത ഇറച്ചി ആരെങ്കിലും കഴിക്കും. ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. ഗോവിന്ദൻകുട്ടി, അങ്ങനെ ഒരുത്തും കൂടെ ഉണ്ടല്ലോ. അവനെവിടാ? ഗോവിന്ദൻകുട്ടി ബോംബെ പോയ നിങ്ങളോട് വരട്ടാ. അതുവരെ നീയൊക്കെ ഇവിടെ നിൽക്ക്, ശരിയാക്കി തരാ ഞാൻ. ഗോവിന്ദൻകുട്ടി ബോംബെ പോയെന്ന് നീ എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടി മേടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മൾ ബോംബെ പോയിരിക്കാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? എന്തേ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അത് സമ്മതിക്കാൻ എന്താ എത്ര താമസം? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടായി വഴി തെറ്റിയാൽ ആ പമ്പ് ഹൗസിന്റെ അടുത്തുള്ള റിസർവോയറിന്റെ താഴെ ഒത്തി. അപ്പൊ പമ്പ് ഹൗസിലേക്കുള്ള വഴി തെറ്റിയാലോ? ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവള് നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാര് 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ ഇവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? Harmanım, baba nerede çarşafım? Gördüğüm bu paketler